ഹലോ, ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഈവനിങ്ങിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ പ്രിപ്പറേഷനും പിന്നെ രാത്രിയിലെ ഡിന്നർ പ്രിപ്പറേഷൻ പിന്നെ 2 പ്രൊഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ലേറ്റ് ആക്കണ്ട, എങ്ങനെയാണ് ഒരു ദിവസത്തെ വൈകുന്നേരം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തത് ഇന്നലെ വൈകുന്നേരം കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡെയിലി സാധാരണ എന്തെങ്കിലും ചായക്ക് സ്നാക്ക് ഉണ്ടാവും. ഞാൻ അധികം ഫുഡിൻ്റെ വീഡിയോ അല്ലേ ചെയ്യലേ. അപ്പോൾ സ്നാക്സിൻ്റെ ആണെങ്കിൽ അതായിരിക്കും അധികം ചായക്ക് സ്നാക്ക് ഉണ്ടാവുക. ഇന്നലെ ഞാൻ സ്നാക്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഈ വ്ളോഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വരാൻ ലേറ്റ് ആയിനി. അപ്പോൾ ആ സമയത്തൊക്കെ ഉമ്മ ചായൻ്റെ കടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ചായക്ക് നമ്മുടെ സാധാ നാട്ടിലുണ്ടാകുന്ന വെട്ട് കേക്കില്ലേ, നമ്മളിവിടെ കേക്ക് തന്നെ പറയാം, പൊതുവെ വെട്ടി കേക്ക് എന്നൊന്നും പറയാറില്ല, കേക്ക് തന്നെ പറയാം. അപ്പോൾ ഇന്ന് ഈ ഒരു കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. സാധാരണ 5 മുട്ടയൊക്കെ വെച്ചിട്ടാണ് ചെയ്യൽ. ഇത് 3 മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചായൻ്റെ കടി എപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും, ഒരാഴ്ചത്തേക്കൊക്കെ പേടിക്കണ്ട, ചായക്ക് സ്നാക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ചെറുതായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇവിടെ എല്ലാവർക്കും ചെറുതാണ് ഇഷ്ടം, വലുതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കേക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. ഇത് ഓരോ നാട്ടിലും ഓരോരോ പേരായിരിക്കും, ഓരോ രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നത് വേറെ തന്നെ ഒരു രീതിയാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെയല്ല കേട്ടോ ഉമ്മ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു വേറെ റെസിപ്പിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് പുറത്തൊക്കെ പോകുന്നവർക്ക് കയ്യിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല സ്നാക്കാട്ടോ. അവർക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, പെട്ടെന്നൊന്നും കേടാവില്ലല്ലോ. ഇപ്പോൾ ചായൻ്റെ സ്നാക്കായിട്ട് അവർക്ക് ആ സമയത്ത് എടുത്ത് കഴിക്കുകയല്ലേ വേണ്ടു. ഒരാഴ്ചത്തേക്ക് എന്നൊക്കെ പറയും, പക്ഷെ ഇവിടെയൊക്കെ പെട്ടെന്ന് കാലിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാകുന്ന സമയത്ത് തന്നെ ചായയും റെഡിയാവുന്നുണ്ട്. ഈ ഒരു വെട്ടുകേക്കും ചായയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പൊതുവേ ഇങ്ങനത്തെ പഴയ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, ഉണ്ണിയപ്പം, നെയ്യപ്പം, ഇങ്ങനത്തെ കേക്ക്, അങ്ങനത്തെ ഒക്കെ ചായൻ്റെ കൂടെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ, നമുക്കൊരു നൊസ്റ്റു ഫീൽ അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചായൻ്റെ സ്നാക്ക്. അപ്പോൾ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിന്നർ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. പത്തലും കറിയൊക്കെ ആണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താ ഇന്ന് ഉണ്ടാക്കുന്ന വെച്ചാൽ ഉമ്മ ഓൾറെഡി കുബൂസിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുബൂസാണ്, അപ്പോൾ രാത്രി ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ കുബൂസിൻ്റെ മാവ് റെഡിയാക്കി വെക്കൽ. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ക്ലൈമറ്റ് അത്ര ചൂടല്ലല്ലോ, തണുപ്പല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റെസിപ്പി ഫെയിലാകാനുള്ള ചാൻസ് ഉണ്ട്. മാവൊക്കെ പൊങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ കുബൂസ് ശരിയാവില്ലല്ലോ. അപ്പോൾ റൈസ് കുക്കറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പേടിയില്ല. 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് മാവ് റെഡി ആയിക്കോളും. അപ്പോൾ ഓൾറെഡി കുബൂസ് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുബൂസ് ആയതുകൊണ്ട് വലിയ ചൂടോടെ ചൂടാന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ അവിടെ വെച്ചു. അപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഒരു 1.5 വർഷം മുമ്പേ മീഷോ ആപ്പിനെ കുറിച്ചിട്ടൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റിവ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം യൂട്യൂബ് മൊത്തം മീഷോ ആപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 റീസെല്ലിംഗ് ആപ്പാണ് മീഷോ. പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാം ഈ ഒരു മീഷോ ആപ്പ് വഴി. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തത് മുതൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിനോ എന്ന്. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ 2 പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോന്നാണ്. 2 നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റ് തന്നെയാണ്. ഇപ്പോൾ പൈസ വെച്ച് നോക്കുമ്പം ഈ ഒരു കോഫി കളറിന് 190 ആയിട്ടുള്ളൂ, മറ്റേതിന് 280 ആയിട്ടുണ്ട്. അപ്പോൾ 2ൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പം ഒരു 100 റുപ്പീസ് അധികമായിട്ടാണ് കാണാം. അതൊരു ട്രിക്ക് ഉണ്ട്, നമ്മൾ ഫസ്റ്റ് ഓർഡറിന് 100 രൂപ കുറഞ്ഞു കിട്ടും. അപ്പോൾ പുതിയ ഫോണൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 2 ഫോണിൽ ചെയ്താട്ടോ. അപ്പോൾ 100 രൂപ എനിക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. 2നും പില്ലോ കവർ 2 വെച്ചിട്ട് തന്നെ ഉണ്ട്. കോഫി കളറിന് ആ ഒരു ഷെയ്ഡിൽ തന്നെ, പിന്നെ ഈ ഒരു ഗ്രീനിന് ഈ ഒരു ഷെയ്ഡിലുള്ള പില്ലോ കവറാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റിനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. തുണിയൊക്കെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഗ്രീൻ കളറാട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആണ്, കളറൊന്നും അധികം പോയിട്ടില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് ആ ബെഡ്ഷീറ്റ്. പിന്നെ 2 ബെഡ്ഷീറ്റും അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. കിങ് സൈസ് ബെഡിനൊക്കെ പറ്റും, സുഖമായിട്ട് പറ്റും, അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം സൈസൊക്കെയുള്ള ബെഡ്ഷീറ്റാണ്. ഈ 2 ബെഡ്ഷീറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് ഈ ഒരു ഗ്രീൻ കളർ തന്നെയാണ്. 2 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 റുപ്പീസ് കുറഞ്ഞു കിട്ടും.
അപ്പോൾ കുബൂസിലേക്ക് ഒരു അൽഫഹാം ടൈപ്പ് ചിക്കൻ ഫ്രൈ ആണ് റെഡിയാക്കി എടുക്കുന്നത്. പാനിലിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഈസി റെസിപ്പി. അപ്പോൾ അത് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തൈരും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മസാല അരപ്പൊക്കെ മിക്സിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില, പിന്നെ 2-3 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. പിന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതൊക്കെ എരിവ് നോക്കിയിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. പിന്നെ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി പെരുജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മൾ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് രാത്രിയില്ല നമ്മൾ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അത്ര വരെ ഇതൊന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. മസാലയൊക്കെ സെറ്റായിട്ട് ചിക്കനിൽ പിടിച്ചു കിട്ടണ്ടേ. അപ്പോൾ അതിന് ഇത് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാം റിലാക്സ് ചെയ്തിട്ട് മെല്ലനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഫോണൊക്കെ നോക്കുന്നുണ്ട്, അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കുബൂസിനും ഫ്രൈക്കും വേണ്ടിയിട്ട് കുറച്ച് മയണീസും കൂടി വേണമല്ലോ. അപ്പോൾ അതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. 2 മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. ഒരുപാട് പേര് പറഞ്ഞിട്ട് മയോണീസ് ഉണ്ടാക്കുമ്പോൾ കട്ടിയാവുന്നില്ല, ഫെയിലായി പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ നോക്കി ഒഴിച്ചു കൊടുത്താൽ നല്ല കട്ടിയായി കിട്ടും. ആദ്യം തന്നെ കുറേ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മയോണീസ് ഒന്നിനും കൊള്ളൂല, വെറുതെ കളയേണ്ടി വരും. ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. നമുക്ക് വേണ്ട ആ ഒരു തിക്നെസ് വരെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് തിക്കാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ പ്രെയറും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ടൈം പോവും. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന തട്ടിക്കൂട്ട് അൽഫാം ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ടേസ്റ്റിലൊന്നും കോംപ്രമൈസ് ഒന്നും ഇല്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. തീ കുറച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ ഒരു മസാലക്കൂട്ടിൽ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരും. ലാസ്റ്റ് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇത് റെഡിയാകുന്ന സമയത്ത് തന്നെ നമ്മുടെ കുബൂസ് ഉണ്ടല്ലോ, നേരത്തെ റൈസ് കുക്കറിൽ വെച്ച് അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിന്റെ മാവ് ഇതുപോലത്തെ കുടുക്കിയിലാട്ടോ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് ഇത്. ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കണം. കുബൂസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് 2 ലെയറായിട്ട് കിട്ടുന്ന കുബൂസ് തന്നെയാണ്. അപ്പോൾ കുബൂസ് റെഡിയായി. പിന്നെ നമ്മുടെ അൽഫാമിന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ട നന്നായിട്ട് കത്തിക്കുന്നുണ്ട്. ചാർക്കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർക്കോൾ വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ ചാർക്കോൾ ഇല്ല, അപ്പോൾ ചിരട്ട കനലാക്കിയിട്ട് അതൊരു ചെറിയ ബൗളിലിട്ടിട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ ഫ്രൈൻ്റെ നടുക്കങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ല പുക വരും. അപ്പോൾ ചിക്കനിൽ നല്ല സ്മോക്കി സ്മെല്ല് തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റിനോട് തന്നെ നമുക്ക് അടുപ്പിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പോൾ നമുക്ക് ചൂടോടെ ഇത് നമുക്ക് കുബൂസിൻ്റെ കൂടെ കഴിക്കാം. എനിക്ക് ലെഗ് പീസ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏത് തരം പീസാണ് ഇഷ്ടം? എനിക്ക് സാധാ ബ്രസ്റ്റ് പീസ് അങ്ങനത്തെ പീസാണ് ഇഷ്ടം. എനിക്ക് ലെഗ് പീസ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അത് കുബൂസിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് മയണീസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴിക്കാം നമുക്ക്. കണ്ടോ, ചിക്കൻ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ചിക്കനും പിന്നെ ആ ഒരു കുബൂസിൻ്റെ കൂടെ മയണീസിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കെച്ചപ്പ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല, കെച്ചപ്പ് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. എനിക്ക് മയണീസ് മാത്രമാണ് ഇഷ്ടം. ഹമ്മൂസ് ഉണ്ടെങ്കിൽ ഹമ്മൂസ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നർ പരിപാടി ഇവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഫോണിൽ തന്നെ കുത്തിയിരിക്കുക, എന്തെങ്കിലും ചെറിയ ഗെയിമോ അല്ലെങ്കിൽ പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ടൈം പോയി പിന്നെ നേരെ കിടക്കുകയാണ് ചെയ്യുക, പെട്ടെന്ന് തന്നെ കിടക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്